രാവിലെ ഇപ്പോൾ 1 കിലോ പോത്തിറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കറി വെക്കണോ ഫ്രൈ വേണോ? ഫ്രൈ മതി. അപ്പം ഞാൻ ഈ ഇറച്ചിയെല്ലാം നല്ലപോലെ ഒന്ന് കഴുകി വെക്കട്ടെ. അപ്പോഴത്തേക്ക് ശംല, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം എടുത്ത് വെക്കണം കേട്ടോ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 2-3 ഏലയ്ക്ക, ഗ്രാമ്പും അതേപോലെ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടുപ്പത്തോട്ട് കൊടുക്കും. ഒരു 6 വിസിലടിച്ചിട്ടുണ്ട്, നമ്മളത് നിർത്തിയിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട്. ഉരുളി അങ്ങോട്ട് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. 1 ടീസ്പൂൺ പെരുംജീരകം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അങ്ങോട്ട് ഇട്ട് കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചതച്ച മുളകാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുകയാണ്. മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഈ പൊടികളുടെ പച്ചച്ചവ എന്ന് മാറിയ ശേഷം ബീഫ് കൂടെ അങ്ങോട്ട് ഇട്ടു. ഈ വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഒരല്പം മസാലപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുകയാണ്. ഇതിൻ്റെ അകത്ത് കിടന്ന് നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് മൂടി വെക്കുകയാണ്. എന്നാൽ ബീഫ് ഫ്രൈ എവിടെ വരെയാണ് നോക്കണ്ടേ? എങ്ങനെയുണ്ട് മണമൊക്കെ? നല്ല അടിപൊളി മണം. ഇത് കുറച്ച് സമയം കൂടെ അടുപ്പത്തിരിക്കട്ടെ. ഏകദേശം ഒരു 10-30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നോക്കിക്ക്, നല്ല ഫ്രൈ ആയതിനു ശേഷം ഈ അടുത്താണ് നിർത്താം. എന്നാ ശംല? ഭയങ്കര ടേസ്റ്റ്, നല്ല അടിപൊളി. ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് പൊളിച്ചിരിക്കും. ഞാനാ പറയുന്നത്.